മിഥുനേട്ടൻ എവിടെ ഇരിക്കി? ആ, മിഥുനേട്ടനടുത്ത് ഞാനാ ഇരിക്കുന്നേ. മിഥുനേട്ട, എന്റെ ചേച്ചിയുടെ മാമ്പഴ പുളിശ്ശേരി നല്ല സ്വാദാ, ഒഴിച്ചൊടുക്ക ചേച്ചി. എന്താ ചെറിയമ്മേ, എന്താ ഈ സമയത്ത് ഇവിടെ? ഒന്നുമില്ല ഹർഷിണി. മിഥുനും മഞ്ജരിക്കും ഇടയ്ക്ക് മേഘന ഒരു വലിയ തടസ്സമാണ്. അതും പോരാഞ്ഞിട്ടിപ്പോ അവളുടെ അനിയനും കൂടെ കൂടിയിരിക്കുക. സമയവും കാലവും ഇല്ലാതെ സ്വർഗത്തിലെ കട്ടുറുമ്പിനും പോലെ മിഥുനും മഞ്ജരിക്കും ഇടയ്ക്ക് ഏത് നേരം അവൻ കയറി ചൊല്ലും. അവനെ കാണുന്ന തന്നെ എനിക്ക് ഭ്രാന്ത്, അറിയോ? താങ്ക് യു സോ മച്ച് ആന്റി. എന്റെ വിഷമം ആന്റിയെങ്കിലും മനസ്സിലാക്കിയല്ലോ. നിന്റെ സ്നേഹം മനസ്സിലാക്കി എനിക്ക് നിന്റെ വിഷമവും മനസ്സിലാവും. ഐ നോ ആന്റി. ഈ വീട്ടിൽ എനിക്ക് കിട്ടുന്ന ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ആന്റിയുടേത് മാത്രം. അതുകൊണ്ടല്ലേ എന്റെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ച് മേഘിനി അരുണിമാന്റെ അടുത്ത് ബുക്ക് ചെയ്ത് കൊടുത്തത്. താങ്ക് യു സോ മച്ച് ആന്റി. ഇറ്റ്സ് ഓക്കെ മഞ്ജരി. പക്ഷെ നീ ഒരു കാര്യം മറക്കരുത്, ഈ ജാതകവും ദോഷവും പരിഹാരവും ഒന്നും എന്റെ വിശ്വാസത്തിലുള്ളതല്ല. അതുപോലെ ഈ പ്രശ്നം വെച്ച് പരിഹാരം പറയുന്ന ജ്യോത്സ്യന്മാരാണ് പ്രശ്നക്കാര്. പക്ഷെ മിഥുന്റെ കാര്യത്തിൽ എങ്ങനെയോ അതൊക്കെ ഫലിക്കുന്നുണ്ട്. നീയും കണ്ടതല്ലേ, മിഥുനെ അപകടങ്ങൾ വളഞ്ഞിരിക്കുകയാണെന്ന് ജ്യോത്സ്യര് പറഞ്ഞത് ഓരോന്നും ഫലിക്കുന്നുണ്ട്. മിഥുന്റെ നല്ലത് ആഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്കും അതൊന്നും വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രം ആ മേഘനയെ ഞാൻ ഒന്നും പറയാത്തതും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരുന്നതും. അത് തന്നെയല്ലേ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അല്ലെങ്കിൽ മേഘനയെ ഞാൻ തന്നെ എപ്പോഴും തല്ലി ഓടിച്ചേന്. ശരിയാണ്, മിഥുനെ നമ്മൾക്ക് വേണം. അതുകൊണ്ട് തന്നെ മേഘനയെ നമ്മൾ നല്ലോണം നോക്കേണ്ടിയിരിക്കുന്നു. ഇതെന്താ ആന്റി, ആന്റി എന്താ ഇങ്ങനെ പറയുന്നത്? മേഘനയെ നിങ്ങളെല്ലാരും നല്ലോണം നോക്കാൻ തുടങ്ങിയ അവള് നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കില്ലേ? പിന്നെ എനിക്കിവിടെ എന്താ സ്ഥാനം? പറയുന്നത് മുഴുവനും കേൾക്കും മഞ്ജരി. മിഥുനു ചുറ്റും ഇനിയൊരു 13 മാസത്തേക്ക് അപകടങ്ങൾ വളഞ്ഞിരിക്കുക. അത് തീരുന്നതുവരെ മിഥുന്റെ സുരക്ഷ മേഘനയുടെ കൈകളിലാണ്. എന്നാലും മേഘന ഈ വീട്ടിലുള്ളിടത്തോളം കാലം അവൾക്ക് ഈ കുടുംബത്തിലെ മരുമകളാകാൻ യോഗ്യതയില്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അവൾ ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസിന് ചേർന്നവളല്ലെന്ന് അരുണിമേച്ചി എപ്പോഴും ഓർക്കണം. അവള് മിഥുന് യോജിച്ച ഭാര്യയല്ല എന്ന് അരുണിമേച്ചി എപ്പോഴും വിശ്വസിക്കണം. അതില് നമ്മൾ വിജയിച്ചാൽ ഈ 13 മാസങ്ങൾ കഴിഞ്ഞാൽ ഒരു ദയയും ദാക്ഷിണ്യവും കാണിക്കാതെ അരുണിമേച്ചി തന്നെ അവളെ ഓടിച്ചോളും. നീയും മിഥുനുമായിട്ടുള്ള കല്യാണം നടത്തുകയും ചെയ്യും. ആന്റി, ഡോണ്ട് യു തിങ്ക് നമ്മൾ കാര്യമില്ലാതെ ഒത്തിരി പേടിക്കുന്നുണ്ടോ? ഇത് പേടിയല്ല മഞ്ജരി, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതല്ലേ? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് കേട്ടിട്ടില്ലേ നീ? അതുപോലെയാ ഇത്. പാമ്പ് കടിക്കാതെ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. ഞങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഒരു നീർക്കോലി ഒന്നും ചെയ്യില്ല. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞതാ മഞ്ജരി, അതാണ് ഈ മംഗല്യത്തിന്റെ മാജിക്. ഒരു നൂല് കഴുത്തി കിടക്കുമ്പോ ആ ബന്ധത്തിന്റെ ശക്തിയൊന്നും വേറെയാ. പ്രണയം പോലെ അത്ര നിസ്സാരമല്ല അത് മുറിച്ചു കളയാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്താ ചെയ്യാ? ഈ 13 മാസങ്ങൾ മിഥുനും മേഘനയും തമ്മിൽ ഒന്നിച്ചുണ്ടാകണം എന്ന് കരുതി മഞ്ജരി അവനിൽ നിന്ന് അകലാനും പാടില്ല. അറ്റ് ദ സെയിം ടൈം ഈ വീട്ടിലെ മരുമകളുടെ സ്ഥാനത്തിന് മേഘന വേസ്റ്റ് ആണെന്നും അതിനുള്ള യോഗ്യത മഞ്ജരിക്ക് മാത്രമാണെന്നും അരുണിമേച്ചി വിശ്വസിക്കും. गिरिवरविन्द्य शिरोधिनिवासिनि विष्णुविलासिनि
എന്തു പറ്റി മിഥുനേട്ടാ? എന്ത് പറ്റാൻ? തുമ്മല് നിൽക്കുന്ന ലക്ഷണമില്ലല്ലോ. അതിന്റെ കൂട്ടത്തിൽ തല നനയ്ക്കുകയും ചെയ്തു. എന്നിട്ട് തല ശരിക്ക് തോർത്തിയൊന്ന് ചോദിച്ചാൽ അതുമില്ല. ജലദോഷം കൂടാൻ ഇത് മതിയിട്ടോ. അസുഖങ്ങൾ നമ്മുടെ അടുത്ത് വന്നു കൂടുന്നതല്ല, നമ്മൾ വിളിച്ചു വരുത്തുന്നതാന്നാ പറയാറ്. എന്നിട്ട് നമ്മുടെ തിരക്കും അശ്രദ്ധയും കാരണം അതിനെ പോയിട്ട് വളർത്തുകയും ചെയ്യും. അതിന് ഇപ്പൊ എന്താ ഉണ്ടായേ? തല നേരെ തോർത്താതെ എങ്ങനെ വെള്ളമായിട്ട് നടന്ന തലയ്ക്കകത്ത് നീർക്കിട്ടുണ്ടാവും ഏട്ടാ. പിന്നെ ജോലി ചെയ്യാനുള്ള ഉഷാറും ഉണ്ടാവില്ല, ഒന്ന് ശ്രദ്ധിക്കാനുള്ള മനസ്സും ഉണ്ടാവില്ല. ജലദോഷം എന്ന് പറയുമ്പോ സിമ്പിളാ, പക്ഷെ എത്ര വലിയ മനുഷ്യനെയും തളർത്താൻ ആ ഒരൊറ്റ അസുഖം മതി. അതിന് അത്ര നിസ്സാ. അയ്യോ, നിക്ക് നിക്ക്, ഞാൻ എടുത്തു തരാം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതിനെല്ലാം പരിഹാരം നീ കണ്ടെത്തുന്നുണ്ട്. എന്തൊരു സഹനശക്തിയാ നിനക്ക്. സോറി മേഘനെ. മിഥുനേട്ടൻ എന്തിനാ എന്നോട് സോറിയൊക്കെ പറയുന്നേ? എല്ലാവരും ഒരേ കാര്യം ഒരേപോലെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലര് എന്നെ പോലെ ചെയ്യുന്നുണ്ടായിരിക്കും, ചിലര് ഏട്ടനെ പോലും ചെയ്യുന്നുണ്ടായിരിക്കും. അതൊന്നും ഒരു പ്രശ്നമായിട്ട് കാണാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലേ ശരിക്കും ജീവിതം. മിഥുനെ, അവളുടെ മുത്തശ്ശൻ അവളെ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ അവൾ എന്നോട് പറയുന്നു. അത് കേട്ട് മെസ്മറൈസായി നീ വെറുതെ അവളുടെ വലയിൽ വീഴരുത്. ബി കെയർഫുൾ. എടി ചാരുമോളെ, കാറിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവച്ചേ. അല്ലെങ്കിൽ തന്നെ ഭയങ്കര വെയിലാ. ഒത്തിരി നേരം ഇവിടെ നിന്ന് എന്റെ തല കറങ്ങും മോളെ. മമ്മി, ഈ ചൂടത്ത് നിന്നാ ഞാനും വല്ലാതെ കറുത്തു പോവും മമ്മി. അയ്യോ വേണ്ട, മോൾ അകത്ത് പോയിരുന്നോ? ഹായ്, ചെറിയമ്മ വന്നോ? വരാണ്ട് നിവർത്തിയില്ലല്ലോ. ചെല്ല്, ചെന്ന് നിന്റെ ചേച്ചിയെ സഹായിക്കേ. അതിനെന്താ ചെറിയമ്മേ? ഇവനൊരു വട്ട് കേസാ. ചേച്ചി, കുറച്ച് എന്റെ കയ്യിലും കൊടുത്താ. ഓരോന്നായിട്ട് ഞാൻ അവിടെ കൊണ്ടേ വെക്കാം. ഞാൻ എടുത്തോളാടാ. ചേച്ചി തനിച്ചെങ്ങനെ ഇതൊക്കെ എടുത്തോണ്ട് വരിക? ഞാനും സഹായിക്കാം. ഇങ്ങത്താ.
ദേ നോക്ക് ശാലു, ആഴ്ചക്ക് 2 വട്ടം കേറി ഇറങ്ങാൻ പറ്റുന്ന വീടല്ലേ ഇതെന്ന് ഓർക്കണം. വന്ന കാര്യത്തിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. മമ്മി എന്തിനെ കുറിച്ചാ ഈ പറയുന്നത്? ഈ വീട്ടിലെ ചെറിയ ചെറുക്കനെ നിന്റെ വലയിലാക്കാൻ എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കടി. ഏത് നേരം മമ്മിക്ക് ഈ വിവേകിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. മിഥുൻ, ആ പേരിനൊരു മാജിക് ഉണ്ട്. അത് കേട്ടാൽ ഏത് പെണ്ണും മയങ്ങിപ്പോവും, അവനിലേക്ക് അട്രാക്ട് ചെയ്യും. അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഗന്ധർവ രാജകുമാരനാ. മതിയടി, നിർത്തും നിന്റെ ഗന്ധർവ പുരാണം. നീ വല്ല യക്ഷിയാണോന്ന് എന്റെ സംശയം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ മിഥുന്റെ മഞ്ജരിയുടെ ഇടയിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ആ സത്യം ഞാൻ ഇത്തവണ പുറത്തു കൊണ്ടുവരും. അവര് തമ്മിലുള്ള ബന്ധം എന്താന്ന് ഞാൻ എല്ലാവരുടെ മുന്നിൽ തെളിയിച്ചിരിക്കും. എന്റെ അമ്മേ, ഏട്ടന്റെയും മഞ്ജരിയുടെയും കാര്യം ഈ ശാലിനെ എങ്ങനെയും മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഇതുടനെ വലിയേട്ടനെ അറിയിക്കണം. അതുകൊണ്ട് നിനക്ക് എന്താടി പ്രയോജനം? മിഥുന്റെ മനസ്സിൽ മേഘനയ്ക്ക് സ്ഥാനമില്ല. ഇനി ആ മഞ്ജരിയുടെ കാര്യം കൂടെ പുറത്തു കൊണ്ടുവന്നാ എന്റെ വഴി ക്ലിയർ ആയി കിട്ടുമല്ലോ. എനിക്കൊന്നും അറിയില്ല ശാലിനി. അനുഭവമുള്ളൊരു പറഞ്ഞാ നീ കേക്കില്ലല്ലോ. ഈ തന്നിഷ്ടം നാശത്തിലേക്കാവും. ഇനി എന്തൊക്കെ ഭൂകമ്പാണോ ഉണ്ടാവാൻ പോന്ന്. എല്ലാം കലങ്ങി തെളിയുന്നത് നല്ലതിനാ മമ്മി. മമ്മി വേണമെങ്കിൽ കണ്ടോ. നീ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്ന മേഘനെ? നിന്റെ ഈ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാനോ തള്ളിക്കളയാനോ പറ്റാതെ ഞാൻ ഇവിടെ നിന്ന് പെടയാണ് പെണ്ണെ. നമ്മൾ രണ്ടും 2 വഴിക്ക് പോകേണ്ടവരാ. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ഇരുവഴിക്കായിരിക്കും. വെറുതെ എന്റെ കാര്യത്തിൽ നീ മോഹങ്ങൾ വളർത്തരുത് പ്ലീസ് മേഘനെ. കമോൺ വലിയേട്ട, ഫോൺ എടുക്ക്. ഹലോ ഹലോ വലിയേട്ടാ. എന്താടാ, വീട്ടിൽ തന്നെയല്ലേ, പിന്നെ എന്തിനാ ഫോൺ? ഏട്ടനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അത് ഞാൻ താഴേക്ക് വരുമ്പോ പറഞ്ഞാ പോരേടാ. അത്രയ്ക്ക് സമയമില്ലാത്തോണ്ടല്ലേ. നീ ഇങ്ങനെ എപ്പോഴും ഓരോന്ന് സസ്പെൻസാന്ന് പറഞ്ഞ് അവസാനം വരുമ്പോ വല്ല സില്ലി മാറ്ററും ആയിരിക്കും. നിന്നെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ? ഇപ്രാവശ്യം വളരെ സീരിയസ് മാറ്ററാണ് ഏട്ടാ. ശരിയെന്നാ പറഞ്ഞു തുറക്കി. അതെ, മേഘനടുത്തിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. ഓ, ചെറിയമ്മയും ചാരും എല്ലാരും ഉണ്ടായിരിക്കും. ഇതിന് നീ എന്തിനാ അങ്ങനെ വെപ്രാളപ്പെടുന്നേ? എന്തിനാണെന്നോ ഏട്ടാ? വരുന്നതിന് മുന്നേ അവരൊരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ അവര് വരുമ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കി വെക്കില്ലായിരുന്നോ? വലിയേട്ടനും മഞ്ജരിയും തമ്മിലുള്ള കാര്യം ആ ശാലിനി എങ്ങനെയോ മനസ്സിലാക്കിയേട്ടാ. വലിയേട്ടാ, ആ വലിയേട്ടാ കേൾക്കുന്നുണ്ടോ? നീ 1 മിനിറ്റ് നിക്കേ.
അയ്യോ, സേഫ്റ്റി പിൻ എടുക്കാൻ മറന്നുപോയല്ലോ. വേഗം പറഞ്ഞു. ഏട്ടനും മഞ്ജരിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആ ശാലിനി അവളുടെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാടാ എന്നെയും മഞ്ജരിയെയും കുറിച്ച് ആ പെണ്ണറിയുന്നേ? അതൊന്നും എനിക്കറിയില്ല ഏട്ടാ. ആ ശാലിനി ആളിത്തിരി മുറ്റാണ് കേട്ടോ. ഭയങ്കര ഡിറ്റക്റ്റീവിന്റെ പണി അവള് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മഞ്ജരിക്കും ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന് ശാലിനിക്ക് എന്താ പ്രശ്നം? അതൊക്കെ അവിടെ നിക്കട്ടെ ഏട്ടാ. ഏട്ടനും മഞ്ജരിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് മേഘനടുത്തിയോട് ശാലിനി പറഞ്ഞു കൊടുത്താലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലടാ. ഏട്ടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഏട്ടൻ ലൈനിലുണ്ടോ ഏട്ടാ? പറഞ്ഞോടാ. ഏട്ടൻ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇതെങ്ങാനും ആ പെണ്ണ് മേഘനയോട് പറഞ്ഞാലോ? നോ നോ നോ, മേഘന ഒരു കാരണവശാലും ഒന്നും അറിയരുത്. വെക്കവിടെ. ചെറിയമ്മേ, എപ്പോഴാ വന്നേ? ദേ ഇപ്പൊ വന്നതേ ഉള്ളു മോളെ. ഇതൊക്കെ ചെറിയമ്മയാണ് അകത്തോട്ട് എടുത്തോണ്ട് വന്നേ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പണിക്കാരൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടില്ലായിരുന്നോ? അയ്യോടാ, ഇവള് പണക്കാരന്റെ വീട്ടിലെ മരുമകളാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയായിരിക്കും. ചാരു, ഓ, പലഹാരങ്ങളൊക്കെ ആയിട്ട് എത്തിയോ? വാവിട്ട് ചോദിച്ചാ പിന്നെ കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ആചാരാണെന്നല്ലേ പറയുന്നേ. അപ്പൊ പിന്നെ വേറെ വഴിയില്ലല്ലോ. അരുന്ധതി പറഞ്ഞത് ശരിയാ. പരമ്പരാഗത സമ്പ്രദായങ്ങളൊന്നും മറക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ നമ്മുടെ സംസ്കാരവും സമ്പ്രദായവും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച് വളർത്തിയിരിക്കുന്നേ. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് നമ്മൾ വേണം എല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്താൻ. പിന്നെ ഇല്ലേ, ശാലിനി ഇന്നത്തെ കാലത്തെ കുട്ടിയാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെക്കാൾ സീനിയർ ആണെന്ന് പറയേണ്ടി വരും. എന്റെ മോളെ ഏത് വീട്ടിലേക്കാണോ പോവാൻ പോകുന്നത്? പക്ഷെ ആ വീട് സ്വർഗ തുല്യായിരിക്കും ഉറപ്പാ. ശാലു, നീ എന്താ ഒന്നും മിണ്ടാത്തേ? മൂത്തവരെ ബഹുമാനിക്കാൻ ഞാൻ പറയണോ? അച്ഛമ്മയുടെ അങ്കിളുടെ ഒക്കെ അനുഗ്രഹം വേണ്ടേ മോൾക്ക്? നോക്കി നിക്കാതെ ചെന്നാ കാലില് വീഴും മോളെ. എന്തൊരു കഷ്ടം. വേണ്ടാത്തനകത്തൊക്കെ എന്നെ പിടിച്ച് വലിച്ചിട്ടോളൂ. ചെന്ന് വീഴ്, നോക്കി നിക്കല്ലേ. ഓടി. നന്നായി വരട്ടെ മോളെ. അത്രേ ഉള്ളൂ എന്റെ അമ്മേ. ജയദേവേട്ട, ഏട്ടൻ എന്തായാലും ആഗ്രഹം പോലെ ജീവിതം ഉണ്ടാവണേന്ന് നീട്ടി വലിച്ച് അനുഗ്രഹിക്കണേ. അവക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ തന്നെ അവക്ക് കയറി ചെല്ലാൻ പറ്റണം. മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഹർഷിണി, പറയ് ചെറിയമ്മേ. ഈ പലഹാരങ്ങളുടെ കാര്യം പറഞ്ഞ് മഞ്ജരിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് സഹായിച്ചാലെന്താ?